ഇത് പേരക്കയുടെ വേറൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ മുന്തിരിപ്പേര എന്നാണ് പറയുന്നത്. മുന്തിരിപ്പേര നന്നായിട്ട് കായ പിടിക്കും, ഒരുപാടുണ്ടാവും ചെയ്യും. ആ പേര് പോലെ തന്നെ ആ മുന്തിരിക്കുല പോലെ നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു കായ്കളായിട്ട് നന്നായിട്ട് നിറയെ ഉണ്ടായി കിടക്കും. പിന്നെ ഒരു വർഷം കൊണ്ട് തന്നെ കായ പിടിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചട്ടിയിലോ അല്ലെങ്കിൽ റമ്മിലോ അല്ലെങ്കിൽ നിലത്താണെങ്കിൽ നിലത്തും നടാം, എങ്ങനെ വേണമെങ്കിലും നടാവുന്നതാണ്. പക്ഷെ നല്ല വെയിൽ ആവശ്യമുണ്ട്, നല്ല വെയിലുള്ളിടത്താണ് നമ്മൾ പ്ലാന്റ് ചെയ്യേണ്ടത്. പിന്നെ ഈ മുന്തിരിപ്പേരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ പേരക്കയിൽ നിന്നും വ്യത്യസ്തമാണ് ഇതിൻ്റെ ഇലയും കായ്കളൊക്കെ. അപ്പോൾ ഇല വേറെ ഒരു ടൈപ്പാണ്. അതുപോലെ തന്നെ കായ കുഞ്ഞു കുഞ്ഞു കായകളാണ് ഉണ്ടാവുക. ഒരു നെല്ലിക്കയോളം വലുപ്പത്തിലൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു കായകൾ നിറയെ ഇങ്ങനെ കൂട്ടമായിക്കാണ്ട് ഇതുപോലെ നല്ല കൂട്ടമായിക്കാണ്ട് തിങ്ങി ആണ് കായ്ക്കും. പിന്നെ ചെടി നിറയെ ഇപ്പോൾ വളം കൂടി ചെയ്താൽ, നമ്മൾ നന്നായിട്ട് നോക്കും കൂടി ചെയ്താൽ നിറയെ കായ ഉണ്ടാവും. പിന്നെ ഈ മുന്തിരിപ്പേരിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പുളി കലർന്ന മധുരമാണുള്ളത്. നമ്മളിപ്പോൾ ശരിക്കും പഴിക്കാതൊക്കെ പറിച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് പുളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് ലെമൺ പേരെന്നും പറയാറുണ്ട്. അപ്പോൾ ഈ മുന്തിരിപ്പേര നന്നായിട്ട് പഴുത്താൽ മഞ്ഞ കളർക്ക് വരും, അത് കഴിഞ്ഞ് താഴേക്ക് കൊഴിഞ്ഞ് വീഴും. അങ്ങനെയാണ് മുന്തിരിപ്പേരിൻ്റെ ഒരു മൂപ്പ് എന്ന് പറയുന്നത്. പക്ഷേ പെട്ടെന്ന് കായ ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മളെ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, വലിയ വില ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും വാങ്ങി വെക്കുക. എന്നും പേരക്ക കഴിക്കണമെങ്കിൽ